നീ എന്തെടുക്ക ഇവിടെ? അത് വിളക്ക് ഞാൻ അല്ല തിരി. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്തോ കള്ളം ചെയ്യാൻ വന്നതാ. നിന്റെ മുഖത്ത് നിന്ന് വായിച്ചറിയാതെ. അയ്യോ അങ്ങനൊന്നും അല്ല ചേച്ചി. ഇവിടെ ഇവള് വൃത്തിയാക്കാൻ വന്നതാ ചേച്ചി പറഞ്ഞിട്ട്. വൃത്തിയാക്കാൻ വന്നവൾ എന്തിനാ വിളക്കിനെടുത്ത് വന്നത്? വിളക്ക് തെളിയിക്കാനോ അതോ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണയ്ക്കാനോ? പറ. ഇതിലേത് ഉദ്ദേശത്തോടു കൂടി? അത് ആന്റി, ഞാൻ തിരി എണ്ണയുണ്ടോ നോക്കാൻ വന്നതാ. നീ നോക്കണ്ട. എണ്ണയില്ലെങ്കിൽ അത് താനെ അണഞ്ഞോളും. നീ ഈ വിളക്കിനടുത്തേക്ക് വരാനേ പാടില്ലായിരുന്നു. ചേച്ചി അത് പിന്നെ ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ട അപ്പൊ നീ ഈ ഗേറ്റിന് പുറത്താ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. പോ പോ പറഞ്ഞില്ലേ, പോ. ചേച്ചി അത് പിന്നെ ചേച്ചി 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 അയ്യോ ചേച്ചി ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ചേച്ചി എന്നെ അടിക്കോ കൊല്ലിയോ എന്താന്ന് വെച്ച ചെയ്തോ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എനിക്ക് ചേച്ചിയോട് പറഞ്ഞേ പറ്റൂ. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തോട് ചെയ്യുന്ന ഒരു അപരാധമായി പോവാത്. നിന്റെ കുടുംബ പ്രേമത്തിന്റെ കഥയൊന്നും വിളമ്പണ്ട. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞാ മതി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചി ഇപ്പോ എവിടെ പോയിട്ട് വന്നതാ? അടുക്കളക്കാരിയാണെങ്കിൽ കൂടി ആ കല്യാണിയുടെ ജീവന് ഒരു ആപത്തും വരാതിരിക്കാനും അവൾ യാതൊരു തടസ്സവും കൂടാതെ ഈ വ്രതം പൂർത്തീകരിക്കാനും വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതല്ലേ? ശരി, ദേവി അനുഗ്രഹിച്ച് അവൾ ഇത് പൂർത്തിയാക്കുന്നു തന്നെ വെച്ചോ. എന്നിട്ടോ അവള് ചേച്ചിയുടെ മുമ്പിൽ വന്ന് നിൽക്കും വരം കിട്ടാൻ. അവിടെയാണ് എന്റെ ഒരേ ഒരു ചോദ്യം. ആ ഒരുമ്പെട്ടവള് ചേച്ചിയുടെ കയ്യിൽ നിന്ന് എന്ത് വരം വാങ്ങിച്ചെടുക്കാനാണ് ഈ സത്യപ്രമാണ വ്രതം അനുഷ്ഠിക്കുന്നതെന്നേ വല്ല നിശ്ചയമുണ്ടോ ചേച്ചിക്ക്? കല്യാണി എന്ത് വരം ചോദിച്ചാൽ എന്താ? ഇനിയിപ്പൊ അവളെ എത്ര വിലപിടിപ്പുള്ള വരം ചോദിച്ചാലും ഇന്നത് സാധിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് എനിക്ക്. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെന്ന് നീ മറക്കരുത്. മറക്കുന്നില്ല. ചേച്ചി പറയുന്നത് സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റൊരു സംഭവമുണ്ട്, ബന്ധം ഉണ്ടാക്കൽ.
കാശും സ്വത്തും അല്ല. അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിനെ ഭർത്താവായി കിട്ടണോന്നാണ് അവള് വരം ചോദിക്കുന്നതെങ്കിലോ ആനന്ദിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. വിലാസിനെ അയ്യോ, അറിയാലോ നിനക്കെന്നെ. നാവിന് എല്ലില്ലാന്ന് കരുതി വായി തോന്നുന്ന എന്തും വിളിച്ചു പറയാൻ നിക്കരുത് നീ. ഞാനത് വലിച്ച് പിഴുതെടുത്ത് ദൂരെ എറിയും. ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ. ആ അതാ എന്റെ ചേച്ചി, ഞാൻ ഇതൊന്ന് പറഞ്ഞപ്പോഴേ ചേച്ചി എന്നെ കടിച്ചു കീറാൻ വന്നില്ലേ? അപ്പൊ ആ അടുക്കളക്കാരി വ്രതം പൂർത്തിയാക്കി തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാനുള്ള വരം ചോദിച്ചാൽ എങ്ങനെയിരിക്കും? ചേച്ചിക്ക് അത് സാധിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടോ? പറ, ഞാനും കൂടെ കേൾക്കട്ടെ. അതെ, അവള് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന കൊച്ചു പൈതലൊന്നും അല്ല. ഏതായാലും അവൾ ഇങ്ങനെ ഒരു വരം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ തന്നെ അന്ന് ആനന്ദിന്റെ കല്യാണം ആലോചിച്ചു തുടങ്ങിയ സമയത്ത് തൃച്ചംബരത്തെ കുടുംബ ജോത്സ്യൻ കവടി നിരത്തി പറഞ്ഞത് എന്താണെന്ന് ചേച്ചി ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ പൊരുള്. നിങ്ങളുടെ പ്രൗഢിക്കും അന്തസ്സിനും ചേരാത്തൊരു പെണ്ണായിരിക്കും മരുമകളായിട്ട് വലതുകാല് വെച്ച് കേറാൻ പോകുന്നത്. അതാണ് ജാതകന്റെ വിധി. അത് മാത്രമല്ല, ആനന്ദിന് കല്യാണാലോചന കൊണ്ടുവന്ന ബ്രോക്കർ അറിഞ്ഞോ അറിയാതെയോ ആ കല്യാണിയുടെ ഫോട്ടോ കൂടി കാണിച്ചത് ഓർമ്മയില്ലേ? ചേച്ചിക്ക് ഇപ്പൊ ബോധ്യായല്ലോ കാര്യങ്ങള്. അതുകൊണ്ട് ആനന്ദിന്റെയും കല്യാണിയുടെയും കാര്യത്തില് ഇതിനെ സാധാരണ വിഷയമായിട്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ വൃത്തികെട്ട പെണ്ണ് വ്രതം പൂർത്തിയാക്കി വന്ന് ആനന്ദിനെ ഭർത്താവായി ചോദിക്കാനാ സാധ്യതയെന്നാണ് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. അവൾ അങ്ങനെ ഒരു വരം ചോദിച്ചാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനും ജയന്തിയും അവളുടെ വ്രതം തടസ്സപ്പെടുത്താൻ നോക്കിയത്. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങൾ? മതി, ഇനി അഖിലാണ്ടേശ്വരി ചിന്തിച്ച് ചിന്തിച്ച് ഉരുകി ഉരുകി ഇരുന്നോളും. അതാ ഇപ്പോഴെന്റെ ആവശ്യവും. ബാക്കി ഇനി നമുക്ക് കിടക്കുന്നതല്ലേ ഉള്ളൂ. ചേച്ചി ചേച്ചി അച്ഛാ അച്ഛാ മോനെ, നിനക്കെന്താ സുഖമില്ലേ? എന്തു പറ്റി? ചൂടൊന്നുമില്ലല്ലോ. എന്താ മോനെ? അച്ഛാ, ചേച്ചി ചേച്ചി അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ഛാ. ഇന്നലെ ഈ സമയത്ത് അവിടെ പാമ്പ് വന്നത്. കണ്ണടയ്ക്കുമ്പോ ചേച്ചിയെ പാമ്പ് കുത്താൻ വരുന്ന പോലെ തോന്നുന്നത്. ഏയ്, ഒന്നുമില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതല്ല അച്ഛാ,
ആ പാമ്പ് വീണ്ടും ചേച്ചിയെ കൊത്തിയാലോ? ഇന്നലെ ആ പാമ്പ് വന്നതുപോലും ചേച്ചി അറിഞ്ഞിട്ടില്ല. ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാച്ചാ കൂട്ടെ? ആലോചിക്കും തോറും എനിക്ക് കരച്ചില് വരാം. സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛനില്ലടാ അവിടെ. നോക്ക്, അച്ഛനുള്ളപ്പോ എന്റെ മോൻ കരയരുത്. ഈ സങ്കടങ്ങൾക്കിടയിൽ അച്ഛൻ അതും കൂടി താങ്ങാനുള്ള കെൽപ്പില്ല. അച്ഛാ, ഞാൻ അവിടെ പോയി നിന്നോട്ടെ ചേച്ചിയുടെ അടുത്ത്. പാമ്പ് വന്ന് എനിക്ക് ഓടിച്ചു വിടെങ്കിലും ചെയ്യാലോ. അതല്ലാതെ ഇവിടെ കിടന്നാല്. ഏയ്, എന്താടാ ഇത്? പാമ്പെല്ലാം വന്നിട്ട് പോയി കഴിഞ്ഞില്ലേ, പിന്നെ ഇതിനെ മുമ്പ് അടിക്കുന്നേ? മാത്രമല്ല, ഇന്നലെ അത് വന്നത് ചേച്ചി ഉപദ്രവിക്കാനല്ല, ചേച്ചിക്ക് സംരക്ഷണം കൊടുക്കാൻ വന്നതാ, അനുഗ്രഹിക്കാൻ. എന്നും അമ്പലത്തിൽ പോയി നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നവളല്ലേ അവള്. ദൈവങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. ശരി അച്ഛാ, ഏതായാലും ഞാൻ ചേച്ചിയെ പോയി ഒന്ന് കണ്ടോട്ടെ. പെട്ടെന്ന് ഇങ്ങ് വരാം. ഒന്ന് കണ്ടോ മതി എനിക്ക്, ഒരു സമാധാനത്തിന്. ശരി, മോ പോയിട്ട് വാ. ഈശ്വര, എന്ത് പരീക്ഷണത്! ഭാഗ്യം, ഏതായാലും പാമ്പൊന്നുമില്ല. നീ സമാധാനായിട്ട് ഉറങ്ങാം. അച്ഛാ, എന്തായി? ചേച്ചിയെ കണ്ടോ? സമാധാനായില്ലേ നിനക്ക്? കണ്ടു അച്ഛാ, ഇപ്പൊ സമാധാനായി. ആ, എന്നാ മുമ്പ് കിടന്നുറങ്ങിക്കോ. വാ. കിടന്നുറങ്ങിക്കോ.
അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിനെ ഭർത്താവായി കിട്ടണമെന്നാണ് അവള് വരം ചോദിക്കുന്നതെങ്കിലോ ആനന്ദിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അഖില, എന്ത് പറ്റി നിനക്ക്? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? സമയം എത്രയായെന്നറിയോ? ഉറക്കം വരുന്നില്ല കൃഷ്ണേട്ടാ. കണ്ണടയ്ക്കുമ്പോ സത്യപ്രമാണ വ്രതം എടുക്കുന്ന കല്യാണിയും അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട നാഗവുമാണ് കണ്ണിൽ. എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. എവിടെയോ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. അത്രയേ ഉള്ളോ കാര്യം? എന്റെ അഖിലേ, കല്യാണി വ്രതം അനുഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് ഗാർഡനിൽ നിന്നൊരു പാമ്പ് വരുന്നതൊക്കെ ഒരു സാധാരണ കാര്യമല്ലേ? ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അതോർത്ത് ഉറങ്ങാതിരുന്ന വ്രതാരോഗ്യം കളയണ്ട. അതല്ല കൃഷ്ണേട്ടാ, കല്യാണിയുടെ വ്രതം നാളെ 3-ാം ദിവസം. വ്രതം അവസാനിപ്പിച്ച് അവൾ എന്തു വരമായിരിക്കും ആവശ്യപ്പെടുന്നതെന്ന് ഓർത്ത് എനിക്കിപ്പോ ഭയം തോന്നുന്നു. ജസ്റ്റ് ഇമാജിൻ, ഒരുപക്ഷെ വിലാസിനി പറഞ്ഞതുപോലെ കല്യാണി ആനന്ദിനെ ഭർത്താവായി വേണമെന്നുള്ള വരം ചോദിച്ച. മൈ ഗോഡ്, എന്ത് മണ്ടത്തരവാ നീ പറയുന്നത്? ജസ്റ്റ് ഇമാജിൻ എന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ, അതാ വാസ്തവം. ദാറ്റ്സ് ഓൺലി യുവർ ഇമാജിനേഷൻ. വെറും സങ്കല്പം മാത്രം. അല്ലാതെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സോറി കൃഷ്ണേട്ടാ, അതൊരു വെറും ഇമാജിനേഷൻ അല്ല, ഇറ്റ്സ് എ പോസിബിലിറ്റി. ഈ പുറത്തു വലിയ നിഷ്കളങ്കത കാണിക്കുന്നവരെല്ലാം ഉള്ളിലും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ കല്യാണി ഉള്ളിൽ ചില ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും? വെളുത്തതൊന്നും പാലല്ല കൃഷ്ണേട്ടാ. പുറത്ത് മാലാഖയായ കല്യാണി അകത്തൊരു രാക്ഷസിയാവുന്നതും ഒരു പോസിബിലിറ്റിയാ. അതിൻ പ്രകാരം അവൾ ആനന്ദിനെ വേണമെന്ന വരം ചോദിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അതെന്താ കൃഷ്ണേട്ടൻ ആലോചിക്കാത്തെ? അങ്ങനെയാണ് വിധിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാക്കില്ലേ? വിധി അനുസരിച്ചല്ലേ പറ്റൂ. വി ആർ ഹെൽപ്ലെസ്. വരുന്നത് നേരിടുക, അത് മാത്രമേ ഉള്ളൂ വഴി. എന്തു വന്നാലും അത് സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കേ തൽക്കാലം നമുക്ക് നിവർത്തിയുള്ളൂ. ഇപ്പൊ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ നീ വന്ന് കിടക്കാൻ നോക്ക്. കല്യാണി മാലാഖയാണോ രാക്ഷസിയാണോ എന്ന് നമുക്ക് നാളെ അറിയാം. തൽക്കാലം നീ കിടക്ക് പ്ലീസ്.